السلام عليكم ورحمة الله وبركاته. إن الحمد لله والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്റ്റേജിലുള്ള ഉലമ പണ്ഡിതന്മാരെ, ഗണ്യ മുഖ്യ അതിഥികളെ, ಸೌತ್ ಕರ್ನಾಟಕ ಸಲಫಿ ಮೂಮೆಂಟ್ರೆ ಕೇಂದ್ರ ಸಮಿತಿರೋ ಘಟಕತ್ತೋ ಎಲ್ಲ സദസ്യന്മാരെ, സ്റ്റേജിലെ എതിരിലുള്ളതായ എല്ലാ സഹോദരന്മാരെ, ഹിരിയായങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു തൃപ്തിപ്പെട്ടതായ നാളെ ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടമായിട്ട് സ്വീകരിക്കുന്നതായ സത്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് യോജിച്ചതായ ലേന്ദ ഖുർആൻ ഇതിരെ 13ാമത്തെ അന്ത പൂർത്തിയായിട്ട് 14ാമത്തെ അന്തത്തെ പുസ്തക ಬಿಡುಗಡೆ ಕಾರ್ಯಕ್ರಮത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ കലാമരെ സന്ദേശ എത്തുപാട്ടി കൊടുക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചോളം നിർബന്ധമായിട്ടുള്ളതായ വിഷയത്തിക്കർ. അല്ലാഹുവേ, ഈ കലാമരെ സന്ദേശ കിട്ടാതെ, അതിരെ അറിയതുപോലെ അറിയാതെ, മനസ്സിലാക്കാതെ എത്രമാ ആൾമാർ ഇണ്ടും അന്ധവിശ്വാസത്തിൽ, അനാചാരത്തിൽ, അതിഅക്രമത്തിൽ മുങ്ങിക്കുളിച്ചിറാർ. അല്ലാഹുവേ, ഈ വിശുദ്ധമായ കലാം ലേന്ദ ഖുർആൻ ചൊല്ലതായ അല്ലാഹുവേ വിശുദ്ധമായ ഖുർആൻ അതിരെ അർത്ഥ സമേത, അതിരെ തഫ്സീർ സമേത അങ്ങനെ സൗകര്യ അനുസരിച്ചിട്ട് വയസ്സിരെ ലിമിറ്റില്ല എല്ലാ ആൾമാർക്കും, മുസ്ലിമായ ആൾമാർക്കും അല്ലാത്ത ആൾമാർക്കും പഠിക്കുള്ളതായ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് അൽഹംദുലില്ലാഹ് അല്ലാഹുക്ക് എത്ര ശുക്രാക്കിയെങ്കിലും അയ്യാവലെ. കാരണം ഒരു 2 വാരം മുന്നലു ഒരു നിക്കാഹിര സദസ്സിൽ കൂടിയപ്പോൾ ഒരാൾ നന്നൊട്ടിಗೆ ചെന്ന്, ഒരു ബിസിനസ്മാൻ ആയിട്ടിക്കരയാൾ, അയാൾ നന്നൊട്ടിಗೆ ചെന്നത്, ഉസ്താദേ നക്ക് ഖുർആനിലെ വിഷയ ഗൊಂತಿಲ್ಲ ಅಂತ, ಅದರ ವ್ಯಾಖ್ಯಾನ ഗൊಂತಿಲ್ಲ ಅಂತ, എത്രത്തോളം ചെന്നെങ്കിൽ ആ വിശുദ്ധമായ കലാമുരെ ഒന്ന് നോക്കി ഓതുക പോലും നക്ക് പിടിയില്ല. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ലേന്ദ ഖുർആൻ ചൊല്ലതായി ഈ പദ്ധതി കൊണ്ടുവന്നെന്ന് പിന്നെ അൽഹംദുലില്ലാഹ് ഈ ഖുർആനിരെ ನಾನು മാത്രമല്ല, നന്റെ പെഞ്ഞായി, നന്റെ മക്ക, നന്റെ കുടുംബത്തിലുള്ളതായ യാർച്ചിലേറെ ആൾമാർക്ക് ഈ മെസ്സേജിരെ എത്തുപാട്ടൊക്കെ സാധ്യമായിട്ട് അൽഹംദുലില്ലാഹ് ഉണ്ട്. ഈ ഖുർആനിരെ അർത്ഥ ഏകദേശ നന്നൊട്ടിಗೆ നിങ്ങൾ കേട്ടാറുണ്ടെങ്കിൽ നക്ക് ചൊല്ലೋಕು സാധ്യ ആവും. ഇങ്ങനെ എത്ര സംഭവമായിട്ടിക്കറ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇത് വക്രതയില്ലാത്തതായിട്ടിക്കറ്, ഇത് മുസ്തഖീമായിട്ടിക്കറ്. അല്ലാഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നതുപോലെ 18ാമത്തെ അധ്യായ സൂറത്തുൽ കഹഫ് തുടങ്ങുന്നത് എങ്ങനെ ഇട്ടിക്കറ്? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഗൈത്തിക്കറ് സർവസ്തുതി. മനുഷ്യൻ്റെത് മാത്രമല്ല, ജിന്നുവർഗത്തിനത് മാത്രമല്ല, മലായിക്കത്തിനത് മാത്രമല്ല, ജീവനുള്ളതും ജീവനില്ലാത്തതായ
അള്ളാഹു സൃഷ്ടിച്ചതായ എല്ലാത്തിരെയും സ്തുതി അള്ളാഹുക്ക് മാത്രം എത്തിക്കർ. അല്ലദീ അവന് എങ്ങനത്തെ റബ്ബ് എത്തിക്കറ അൻസല അലാ അബ്ദിഹി അവന്റെ അടിമക അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി കൊടുത്ത കിതാബിരെ വേദഗ്രന്ഥത്തിരെ വലം യജ്അൽ ലഹു ഇവജ ഇതിലൊരു വക്രതയില്ല, ഇതിലൊരു ന്യൂനതയില്ല, ഇതിലൊരു ഫോൾട്ട് ഇല്ല. ഖിയാമത്ത് നാൾത്തോളം ഈ വിശുദ്ധമായ ഖുർആൻ അതിലെ ഒരു അർഫുക്ക് വ്യത്യാസമില്ലാമാറ്, അതിലെ ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാമാറ്, അതിലെ ഒരു ഹർക്കത്തുക്ക് വ്യത്യാസമില്ലാമാറ്, അതിലെ ഒരു ആയത്തുക്ക് വ്യത്യാസമില്ലാമാറ്, അതിലെ ഒരു അധ്യായത്തുക്ക് വ്യത്യാസമില്ലാമാറ് ഈ ഖുർആൻ നിലനിൽക്കര്. ഇതിലെ ചുമതല അല്ലാഹു ആയിത്തിക്കറി ഏറ്റെടുത്തത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിനെ ഇറക്കിയവനു നങ്ങൈത്തിക്കറ അല്ലാഹു തആല ചൊല്ലുന്നത് വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിനെ കാത്തു സൂക്ഷിക്കുന്നതായ ഇതിനെ പൂർണ്ണമായിട്ടുള്ളതായ ചുമതല ജവാബ്ദാരി ഞങ്ങളതായിത്തിക്കറിച്ചെന്ന് പടച്ചറബ് അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെൽറ. അല്ലാഹു തആല 4-ാമത്തെ അധ്യായ സൂറത്ത് നിസാഇലെ 82-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചെൽറത് വലൗ ഖാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഒരു സമയ ഈ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കിൽ നിന്ന് ഇറങ്ങി തിന്നിട്ടെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ ഇതിൽ ധാരാളമായിട്ടുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുക സാധിക്കാത്ത എണ്ടുത്തോളം ഒരു സംശയത്തുക്കും ഇടയില്ലാമാറ് ഈ വിശുദ്ധമായ ഖുർആനിലെ വചന നിലനിൽക്കര്. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കരുത്, ഈ മെസ്സേജ് എത്തുപാട്ടത് ഞങ്ങളെ മേൽ ചുമതലയിട്ടുണ്ടു. എത്രത്തോളം നിങ്ങൾ നോക്കൊരു അള്ളാഹു വിശുദ്ധമായ ഖുർആൻ ഇത് പ്രകാശമായിത്തിക്കരു സഹോദരന്മാരെ സഹോദരിമാരെ. നാണ് 2 നാൾ മുന്നോലു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ വായിച്ച ഒരു സന്ദീപ് ചെൽറതായ അമുസ്ലിമായിട്ടുള്ള ഒരു സഹോദര ഇസ്ലാമുക്ക് കടന്നു വന്നതായ അവന്റെ ഒരു വേ ആ തരീക്ക അവനത് വിശദീകരിക്കറ. നാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നവനായിത്തിക്കറ. നന്റെ കുടുംബത്തിൽ വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്തായിത്തിക്കറ് സ്വത്ത് തർക്കമായിത്തിക്കറ് അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ വലിയ ഒരു തർക്കം ഉണ്ടായിട്ട് അത് എത്രത്തോളം ചെന്നെങ്കിൽ ഞങ്ങളെ കുടുംബത്തിനെ ഭിന്നിപ്പിച്ചിട്ട് ചിന്ന ഭിന്നമാക്കിയിട്ട് അങ്ങനെ ഈ തർക്കത്തുക്ക് പൂജാരിമാരടുത്തേക്ക് ഞങ്ങൾ പോയാ, അതേപോലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരടുത്ത് പോയാ ഞങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക സാധ്യമില്ല. അങ്ങനെ ടെൻഷനില് നാണ് എൻ്റെ ഡ്യൂട്ടിക്ക് യാത്ര തിരിച്ച് അത് ഞാൻ അമേരിക്കത്ത് കഴിച്ചിക്കറ്. ആ സന്ദർഭത്തില് അവിടെ എനിക്ക് വിശുദ്ധമായ ഖുർആനില് ഒരു തഫ്സീറിനൊക്കെ കിട്ടുക സാധ്യമായിട്ട് ഒരു മുസ്ലിം പണ്ഡിതരൊട്ടിക്ക് ഞാൻ കേട്ട് അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യരുതായ വിശുദ്ധ ഖുർആനിൽ ഏത് അധ്യായമായിത്തിക്കറ് ആ പണ്ഡിതനക്ക് തന്നതായ മറുപടി വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായ സൂറത്തു നിസാ ചെല്ലുന്നതായ അധ്യായത്തില് സവിസ്താരമായിട്ട് അനന്തരാവകാശത്തിന്റെ വിഷയത്തില് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തില് സവിസ്താരമായിട്ട് അള്ളാഹു വിശദീകരിക്കുക. അങ്ങനെ അതിലെ ട്രാൻസ്ലേഷൻ ഞാൻ നോക്കിയതായ സന്ദർഭത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ഇത്രയും സവിസ്താരമായ നിലക്ക് അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ വിശദീകരിച്ചതായ ഒരു ഗ്രന്ഥം എന്നുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ഖുർആനായിത്തിക്കറ്. ഈ ഖുർആനിൽ എനക്ക് വിട്ടു നിൽക്കുക സാധ്യമല്ല. ഇതായിത്തിക്കറ് എൻ്റെ മാർഗദർശന ചെന്ന് ഞാൻ ഇസ്ലാമരെ പിന്നെയും പഠിക്കുക തുടങ്ങിയ ഖുർആൻ എനക്ക് മാർഗദർശനായിട്ട് അങ്ങനെ ഞാൻ ഷഹാദത്ത് കലിമ ചെന്ന് ഇസ്ലാമുക്ക് കടന്നിട്ട് വന്ന ചെന്ന് ഇസ്ലാമരെ കുറിച്ചിട്ട് വർണ്ണനാക്കിയതായ സന്ദീപ് ചെല്ലുന്നതായ ഒരു സഹോദരരെ മെസ്സേജ് ഫേസ്ബുക്കിൽ വൈറലായതായിത്തിക്കറ്. അതുകൊണ്ടു ഈ പദ്ധതി ഇൻഷാ അള്ളാഹുര അപാരമായ അനുഗ്രഹം കൊണ്ടുത്തു തൗഫീക്ക് കൊണ്ടുത്തു ഖിയാമത്ത് നാൾത്തോളം ഇത് നിലനിൽക്കും. ഇതിൽ ധാരാളമായിട്ടുള്ളതായ പുരോഗമന നൈതികര് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അതിഅക്രമത്തിലും മുങ്ങിക്കുളിച്ചതായ ഒരു സമൂഹത്തിരമേ വിശുദ്ധമായ ഖുർആനിലെ മാർഗദർശനം അനുസരിച്ചിട്ട് ഇസ്ലാമിലേക്ക് നയിച്ചതായ ഗ്രന്ഥം നൈതികര്. അതുകൊണ്ട് നിങ്ങളെ ഔച്ചിൽ മാത്രമല്ല, നിങ്ങളെ കുടുംബത്തിൽ മാത്രമല്ല, നിങ്ങളെ ജീവനത്തിൽ മാത്രമല്ല, ഈ സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ഇറക്കിയതായ ലേന്ദ ഖുർആൻ ചെല്ലുന്ന ഈ പദ്ധതി ഇതിനെ നിങ്ങൾ എല്ലാ മുക്കുമൂലകും
മുസ്ലിമായെങ്കും അല്ലാന്തങ്കും അതേപോലെ ഈ മെസ്സേജ് കിട്ടാത്തതായ എല്ലാ ആൾമാർക്കും ഈ ദൗത്യത്തിന് നിങ്ങ എത്തുപാട്ടണു ചെന്തൈത്തിക്കര് ഈ സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ സുദീർഘമാക്കില്ല. കഴിഞ്ഞ 4-5 നാൾ മുന്നുള്ള എത്തിക്കര് ഞങ്ങളെ വേദനിപ്പിച്ചതായ കേരള കണ്ടതായ ദുരന്തത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയതായ ദുരന്തമായിത്തിക്കിற വയനാട് ദുരന്തം. ഞാനത് വർണ്ണനാക്കിற ആവശ്യകതയില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വീക്ഷിച്ചതായ ആൾമാർ എത്തിക്കാട് അതിൽ മരണപ്പെട്ടതായ വിശ്വാസിയായ ആൾമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ മരണപ്പെട്ട എല്ലാ കുടുംബത്തെ അങ്ങനെ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു ക്ഷമയും സബൂറയും അള്ളാഹു താല കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ളതായ ദുരന്തത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരെയും സലാമത്താക്കട്ടെ. ഖുർആനിനെ ഒന്ന് കണ്ണോടിച്ച് ഞങ്ങൾ നോക്കിയിട്ടെങ്കിൽ അതുക്കുള്ളതായ സൂചന ഞങ്ങൾക്ക് കാണുക സാധ്യവും. ഇത്ര വലിയ ഈ പ്രോഗ്രാമുകു മുതൽ കൊണ്ടുത്തും തടി കൊണ്ടുത്തും സഹായിച്ചതായ എല്ലാ ആൾമാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ചെന്ന് ഒന്നും കൂടി വന്നതായ എല്ലാ വിശിഷ്ടമായ അതിഥിമാർ അങ്ങനെ സമയത്തിന് ഒരു സൈഡിൽ വെച്ചിട്ട് അള്ളാഹു ഒരു വിശുദ്ധമായ ഖുർആനിന്റെ പ്രചരണത്തിന് വേണ്ടി ബന്ധെത്തിരാറ്. അള്ളാഹു അങ്കെല്ലാ തക്കതായ പ്രതിഫലം കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമം കൊണ്ടുത്തു ഈ പ്രോഗ്രാമിനെ ഔപചാരികമായി ഉദ്ഘാടനാക്കിയതായിട്ട് പ്രഖ്യാപിക്കരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.